2D അനിമേഷൻ സോഫ്റ്റ്വെയർ ആയ ടുപ്പി ഉപയോഗിച്ച് ഒരു അനിമേഷൻ നിർമ്മിക്കുന്ന വിധം നമുക്കൊന്ന് പരിചയപ്പെടാം. ITH സ്കൂൾ ഉബുണ്ടു 10.04 ആണ് ഈ പ്രവർത്തനത്തിനായി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആപ്ലിക്കേഷൻസ്, ഗ്രാഫിക്സ്, ടുപ്പി 2D മാജിക് എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്താണ് സോഫ്റ്റ്വെയറിനെ പ്രവർത്തിപ്പിക്കേണ്ടത്. സോഫ്റ്റ്വെയർ തുറന്നു വരുമ്പോൾ തന്നെ നാം ആദ്യം കാണുന്ന ഈ ജാലകം ടുപ്പിയിലെ ചില ടൂൾ ടിപ്പുകളാണ്. ഇത് ക്ലോസ് ചെയ്യുക. ടുപ്പിയിൽ ഒരു അനിമേഷൻ നിർമ്മിക്കണമെങ്കിൽ ആദ്യം ഒരു പുതിയ പ്രൊജക്റ്റ് ആരംഭിക്കേണ്ടതുണ്ട്. പുതിയ പ്രൊജക്റ്റ് ആരംഭിക്കാനായി ഫയൽ, ന്യൂ പ്രൊജക്റ്റ് ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് പുതിയ പ്രൊജക്റ്റ് ആരംഭിക്കാനുള്ള ജാലകം. ഇവിടെ പ്രൊജക്റ്റ് നെയിം എന്നിടത്ത് ഈ പ്രൊജക്റ്റിന് നാം നൽകാൻ ഉദ്ദേശിക്കുന്ന പേര് നൽകുക. ശേഷം FPS എന്നിടത്ത് ആവശ്യമായ FPS നൽകി OK ക്ലിക്ക് ചെയ്യുക. ഈ പ്രൊജക്റ്റിന് തൽക്കാലം നമുക്ക് FPS ആയി 6 നൽകി OK ക്ലിക്ക് ചെയ്യാം. ഇതാണ് ടുപ്പിയുടെ ക്യാൻവാസ് ജാലകം. ടുപ്പിയിൽ 2 തരം ക്യാൻവാസ് ലഭ്യമാണ്. ചലിപ്പിക്കേണ്ട ചിത്രങ്ങളെ വരയ്ക്കുന്ന ഫ്രെയിംസ് മോഡ് എന്ന ക്യാൻവാസ് ആണ് നാം ഇപ്പോൾ കാണുന്നത്. പശ്ചാത്തലത്തിൽ സ്ഥിരമായി ഒരു ചിത്രം ഉൾപ്പെടുത്തണമെങ്കിൽ അതിനായി ടുപ്പിയിൽ മറ്റൊരു ക്യാൻവാസ് കൂടി ലഭ്യമാണ്. ഇതാണ് ബാക്ക്ഗ്രൗണ്ട് മോഡ്. ബാക്ക്ഗ്രൗണ്ട് മോഡിലേക്ക് മാറിയപ്പോൾ ഉണ്ടായ മാറ്റം ഒന്ന് ശ്രദ്ധിക്കുമല്ലോ. നമുക്ക് വീണ്ടും ഫ്രെയിംസ് മോഡിലേക്ക് തന്നെ തിരിച്ചു വരാം. ഈ ക്യാൻവാസിൽ ചിത്രം വരയ്ക്കാൻ ആവശ്യമായ ടൂളുകൾ ടുപ്പിയിലെ ടൂൾ ബോക്സിൽ ലഭ്യമാണ്. ഇതിലെ ഒന്നാമത്തെ ഗ്രൂപ്പിലെ പെൻസിൽ ടൂൾ ഉപയോഗിച്ച് ഒരു ചിത്രം വരച്ച് അതിനെ അനിമേറ്റ് ചെയ്യിക്കുന്ന വിധം നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനായി ആദ്യം പെൻസിൽ ടൂൾ സെലക്ട് ചെയ്യുക. ശേഷം ഈ പെൻസിലിന് നിറം തിരഞ്ഞെടുക്കാനായി കളർ പാലറ്റ് ജാലകം ക്ലിക്ക് ചെയ്ത് ആവശ്യമായ നിറം സെലക്ട് ചെയ്യുക. ശേഷം ഈ ജാലകം ക്ലോസ് ചെയ്യാം. ഇനി പെൻസിലിന്റെ തിക്നെസ് തിരഞ്ഞെടുക്കാനായി പെൻ പ്രോപ്പർട്ടീസ് ജാലകം ക്ലിക്ക് ചെയ്ത് ആവശ്യമായ തിക്നെസ് തിരഞ്ഞെടുത്ത് ഈ ജാലകവും ക്ലോസ് ചെയ്യുക. ഇനി ക്യാൻവാസിൽ നമുക്ക് ചിത്രം വരയ്ക്കാം. നാം വരച്ച ചിത്രം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ടൂൾ ബോക്സിലെ മൂന്നാമത്തെ ഗ്രൂപ്പിൽ നിന്നും ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കീബോർഡിലെ ഡിലീറ്റ് കീ അമർത്തി ചിത്രത്തെ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് വീണ്ടും പെൻസിൽ ടൂൾ സെലക്ട് ചെയ്ത് ക്യാൻവാസിൽ ചിത്രം വരയ്ക്കാം. ഈ ചിത്രത്തിൽ മറ്റൊരു നിറം സെലക്ട് ചെയ്ത് ചെറിയ ചില കൂട്ടിച്ചേർക്കലുകൾ വരുത്താം. ഈ ചിത്രത്തിന്റെ ഈ ഭാഗത്ത് നിറം ഫില്ല് ചെയ്യണമെങ്കിൽ ടൂൾ ബോക്സിലെ നാലാമത്തെ ഗ്രൂപ്പിൽ നിന്നും ഇന്റേണൽ ഫിൽ ടൂൾ സെലക്ട് ചെയ്യുക. ശേഷം ആവശ്യമായ ഒരു നിറം സെലക്ട് ചെയ്ത് ഫിൽ ചെയ്യേണ്ട ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നാം തയ്യാറാക്കിയ ഈ ചിത്രം ഒന്നാമത്തെ ഫ്രെയിമിലാണുള്ളത്. ഒന്നിലധികം ഫ്രെയിമുകളിൽ ചിത്രം ഉൾപ്പെടുത്തി ഓരോ ഫ്രെയിമിലും ചിത്രത്തിന്റെ സ്ഥാനത്തിൽ മാറ്റം വരുത്തി അവയെ ഒന്നിച്ച് പ്രവർത്തിപ്പിക്കുമ്പോഴാണ് അവ ചലിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇവിടെ ഒന്നാമത്തെ ഫ്രെയിമിൽ തയ്യാറായ ഈ ചിത്രത്തെ മറ്റ് ഫ്രെയിമിലേക്ക് പകർത്തണമെങ്കിൽ ഫ്രെയിമിനെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മതി. ഫ്രെയിമിനെ കോപ്പി ചെയ്യാനായി ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് കോപ്പി ഫ്രെയിം എന്ന ക്രമത്തിൽ കോപ്പി എടുക്കുക. ശേഷം പേസ്റ്റ് ചെയ്യേണ്ട ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് പേസ്റ്റ് ഇൻ ഫ്രെയിം എന്ന ക്രമത്തിൽ പേസ്റ്റ് ചെയ്യുക. ക്ലിക്ക് റൈറ്റ് ക്ലിക്ക് പേസ്റ്റ് ഇൻ ഫ്രെയിം. ഇങ്ങനെ എത്ര ഫ്രെയിമിലാണ് ഈ ചിത്രത്തെ നാം ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അത്രയും ഫ്രെയിമിൽ പേസ്റ്റ് ചെയ്യുക. നമുക്ക് തൽക്കാലം 9 ഫ്രെയിമുകളിൽ ഈ ചിത്രത്തെ പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ 1 മുതൽ 9 വരെ ഫ്രെയിമുകളിൽ ചിത്രത്തിന്റെ സ്ഥാനം ഒരേ ഇടം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ചലനമൊന്നും നടക്കുന്നില്ല. ചലിക്കാനായി ഓരോ ഫ്രെയിമിലെയും ചിത്രത്തിന്റെ സ്ഥാനം മാറ്റം വരുത്തേണ്ടതുണ്ട്. അതിനായി ആദ്യം ഒന്നാമത്തെ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്ത്
ചിത്രത്തെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. ഇനി കീബോർഡ് ഉപയോഗിച്ച് ചിത്രത്തിന്റെ സ്ഥാനം അല്പം ഒന്ന് മാറ്റിവെക്കുക. ശേഷം രണ്ടാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്യുക. കീബോർഡിലെ ആരോ കീ ഉപയോഗിച്ച് ഈ ചിത്രത്തെ നമുക്ക് മാറ്റിവെക്കാം. ഇനി മൂന്നാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്ത് ചിത്രത്തെ വീണ്ടും മാറ്റിവെക്കാം. ഇങ്ങനെ ഓരോ ഫ്രെയിമും സെലക്ട് ചെയ്ത് ചിത്രത്തെ സെലക്ട് ചെയ്ത് ആരോ കീ ഉപയോഗിച്ച് ചിത്രത്തിന്റെ സ്ഥാനം തൊട്ടു പിന്നിലെയും ഇനി വരാൻ പോകുന്ന ചിത്രത്തിന്റെ സ്ഥാനവും കണക്ക് കൂട്ടി ചിത്രത്തെ മാറ്റിവെക്കുക. ഇനി അവസാനത്തെ ഫ്രെയിമിലെ ചിത്രത്തെയും നമുക്ക് മാറ്റിവെക്കാം. ഇപ്പോൾ എല്ലാ ഫ്രെയിമിലും ചിത്രം തയ്യാറായി. ഒന്നാമത്തെ ഫ്രെയിമിൽ ചിത്രത്തിന്റെ സ്ഥാനം ഇവിടെയാണ്. 9ാമത്തെ ഫ്രെയിമിൽ ചിത്രത്തിന്റെ സ്ഥാനം ഇവിടെയാണ്. ഇനി നാം തയ്യാറാക്കിയ ഈ അനിമേഷനെ പ്രവർത്തിപ്പിച്ച് നോക്കാം. പ്രവർത്തിപ്പിക്കാനായി പ്ലെയർ ജാലകം ക്ലിക്ക് ചെയ്യുക. ഇതാണ് പ്ലെയർ ജാലകം. ഇവിടെ താഴെയുള്ള പ്ലേ സ്റ്റോപ്പ് ബട്ടൺ ഉപയോഗിച്ച് ഇവയെ പ്രവർത്തിപ്പിക്കാം. നാം ഇപ്പോൾ തയ്യാറാക്കിയത് 1.5 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു ചെറിയ അനിമേഷൻ. നമുക്കിതിനെ സ്റ്റോപ്പ് ചെയ്യാം. തിരിച്ച് വീണ്ടും അനിമേഷനിലേക്ക് വരാം. ഇനി നാം തയ്യാറാക്കിയ ഈ പ്രൊജക്ട് സേവ് ചെയ്യേണ്ടതുണ്ട്. സേവ് ചെയ്യാനായി ഫയൽ, സേവ് പ്രൊജക്ട് ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന ജാലകത്തിൽ സേവ് ചെയ്യേണ്ട ഇടം തിരഞ്ഞെടുത്ത് ആവശ്യമെങ്കിൽ ഫയൽ നെയിമിൽ മാറ്റം വരുത്തി സേവ് ചെയ്യുക. ഇപ്പോൾ നാം തയ്യാറാക്കിയത് ഒരു പ്രൊജക്ട് ഫയലാണ്. ഇതിനെ ഒരു വീഡിയോ ആയിട്ട് എക്സ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. വീഡിയോ ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാനായി ഫയൽ, എക്സ്പോർട്ട് പ്രൊജക്ട് ക്ലിക്ക് ചെയ്യുക. ശേഷം ഈ ഭാഗത്ത് കാണുന്ന വീഡിയോ ഫോർമാറ്റിൽ നിന്നും ആവശ്യമായ ഫോർമാറ്റ് സെലക്ട് ചെയ്യുക. തൽക്കാലം AVI വീഡിയോ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യേണ്ട സീൻ വലതുഭാഗത്തേക്ക് ക്ലിക്ക് ചെയ്ത് മാറ്റുക. തൽക്കാലം ഇവിടെ ഒരു സീനേ ഉള്ളൂ. അതിനെ നമുക്ക് സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് മാറ്റാം. ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഈ ഭാഗത്ത് സേവ് ചെയ്യേണ്ട ഫയൽ നെയിം, ഫോൾഡർ എന്നിവ സെലക്ട് ചെയ്യാനുള്ള ഏരിയയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് ആവശ്യമെങ്കിൽ നമുക്ക് ഫോൾഡർ മാറ്റി ഫയൽ നെയിം കൊടുക്കാം. ഡെസ്ക്ടോപ്പിലാണ് ഇപ്പോൾ നാം സേവ് ചെയ്യുന്നത്. സേവ് ക്ലിക്ക് ചെയ്തു. ഈ ജാലകത്തിലെ സേവും ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ചെറിയൊരു അനിമേഷൻ തയ്യാറായി. ഈ അനിമേഷൻ ഉള്ളത് ഡെസ്ക്ടോപ്പിലാണ്. നമുക്ക് ഇതിനെ പ്ലേ ചെയ്യാം. റൈറ്റ് ക്ലിക്ക്, ഓപ്പൺ വിത്ത് VLC മീഡിയ പ്ലെയർ. ഒരു ചെറിയ നമുക്ക് മറ്റൊരു പ്ലെയറിൽ പ്രവർത്തിച്ച് നോക്കാം. റൈറ്റ് ക്ലിക്ക്, ഓപ്പൺ വിത്ത് SM പ്ലെയർ. ഈ ട്യൂട്ടോറിയലിന്റെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്.